യൂഷ്വലി ഈ ഹൂക്ക് എന്ന് പറയുന്ന വാക്കും ആ രീതിയിലാണ് അത് ചെയ്യേണ്ടതെന്നുള്ള ഒരു സംഭവമൊക്കെ അറിയുന്നതിന് മുമ്പേ ഈ ഹൂക്കിൽ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. മേ ബി അത് റേഡിയോയിൽ നിന്ന് പഠിച്ചതായിരിക്കാം. കാരണം റേഡിയോയിൽ നമ്മൾ എല്ലാവരുടെയും അറ്റൻഷൻ ഗ്രാബ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ളത് കൊണ്ട് അതെ അതെ. അപ്പൊ റേഡിയോയിൽ അങ്ങനെ സംസാരിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങുമ്പോഴും ആൾക്കാരുടെ അറ്റൻഷൻ ആദ്യത്തെ 3 സെക്കൻഡിൽ എങ്ങനെ ഗ്രാബ് ചെയ്യാന്ന് എന്റെ മനസ്സിലുണ്ടാവും. എല്ലാ മാർക്കറ്റിംഗ് ക്യാമ്പയിനും ഈ നരകത്തിൽ നിന്ന് ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ബ്രിഡ്ജ് ആയിരിക്കണം. ആ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമാണ് ഏതൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിനും വിജയിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു QCD ടോക്സ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് മുസാഫിർ സാറാണ്. എനിക്ക് തോന്നുന്നു RJ മുസാഫിർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. RJ മാത്രമല്ല, അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ്, അതേപോലെ ഒരു വോയിസ് ആർട്ടിസ്റ്റും കൂടെയാണ്. വെൽക്കം ടു QCD ടോക്സ് സർ. സാർ, അപ്പം എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാടധികം എല്ലാവരും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ആ CMA റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അപ്പം ആ ഒരു ക്യാമ്പയിൻ അല്ല, ഒരുപാടധികം ക്യാമ്പയിന്റെ പിന്നിൽ സാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്ലാനിങ്ങും ഒരു എക്സിക്യൂഷനും വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ഓൾ ദോസ് തിങ്സ്? ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാനൊരു ക്യാമ്പയിന്റെ ഒരു ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യാറുള്ളത്. ഒരു ക്യാമ്പയിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു വീഡിയോ ക്രിയേഷൻ അല്ലെങ്കിൽ വീഡിയോയിലൂടെ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഏരിയയിലാണ് ഞാൻ ബേസിക്കലി വർക്ക് ചെയ്തത് കൂടുതലായിട്ടും. മറ്റൊരു എൻറ്റയർ മാർക്കറ്റിംഗ് പ്ലാനിന്റെ പല ഏരിയയിലും വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ ബേസിക്കലി കുറവാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിലാണ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് എന്റെ ആ ഒരു പോർഷൻ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാ പ്ലാനിങ്സും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. ഞാൻ നല്ല ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പാർട്ട് ചെയ്യാറ് വീഡിയോയിലൂടെ. സാർ, ഇപ്പം ഒരു കണ്ടന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്ലിക്ക് ബൈറ്റ്സ് ഉണ്ടാക്കുന്ന ഫസ്റ്റത്തെ ഒരു കാര്യം, അതായത് അതിലാണ് എല്ലാവരും കുക്ക് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഏതൊക്കെ സാറ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ആ ഒരു ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും പ്ലാനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റഡി ചെയ്യാറുണ്ടോ? യൂഷ്വലി ഈ ഹൂക്ക് എന്ന് പറയുന്ന വാക്കും ആ രീതിയിലാണ് അത് ചെയ്യേണ്ടതെന്നുള്ള ഒരു സംഭവമൊക്കെ അറിയുന്നതിന് മുമ്പേ ഈ ഹൂക്കിൽ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. മേ ബി അത് റേഡിയോയിൽ നിന്ന് പഠിച്ചതായിരിക്കാം. കാരണം റേഡിയോയിൽ നമ്മൾ എല്ലാവരുടെയും അറ്റൻഷൻ ഗ്രാബ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ളത് കൊണ്ട് അതെ അതെ. അപ്പൊ റേഡിയോയിൽ അങ്ങനെ സംസാരിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങുമ്പോഴും ആൾക്കാരുടെ അറ്റൻഷൻ ആദ്യത്തെ 3 സെക്കൻഡിൽ എങ്ങനെ ഗ്രാബ് ചെയ്യാന്ന് എന്റെ മനസ്സിലുണ്ടാവും. ഞാനിത് ഗ്രാബ് ചെയ്ത് സംസാരിച്ചൊക്കെ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇതിന് ഹൂക്ക് എന്നാണ് പറയുന്നത്. ഹൂക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഇതിനകത്ത് ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ പിന്നെ ആ ഹൂക്ക് ശരിയാണോ എന്നുള്ളത് നോക്കുകയും ചെയ്യും. അപ്പം ആ ഒരു SMAന്റെ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിൽ എന്തെങ്കിലും സാറിന് ഒരു കീ പോയിന്റോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ആ വീഡിയോ ചെയ്ത സമയത്ത് ഇന്ന കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈൽ ഐ വാസ് ഡൂയിങ് ദാറ്റ് വീഡിയോ? മോസ്റ്റ്ലി ഞാൻ എന്ത് തരം വീഡിയോ ചെയ്യുകയാണെങ്കിലും ആ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരാളല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും ചെയ്യുന്നതിന് മുമ്പ് എന്റെ മനസ്സിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ദിവസം ഓടും. ഇത് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പറഞ്ഞ് അതിനുശേഷം ഇത് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്താന്നുള്ള ഒരു ഐഡിയ എന്റെ മനസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കാറുള്ളത്. മിക്കവാറും ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കുറെ ദിവസങ്ങൾ എന്റെ മനസ്സിൽ ഇതിങ്ങനെ വർക്ക് ചെയ്യാറുണ്ട്. SMAയുടെ ആ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പും കുറെ ദിവസങ്ങളോളം, മേ ബി എനിക്ക് തോന്നുന്നു 14 ഡേയ്സോളം എന്റെ മനസ്സിലുണ്ടാവും. കാരണം ഇടയ്ക്കിടെ ഈ കമ്മിറ്റി എന്നെ വിളിക്കുന്നുണ്ട് വീഡിയോ ചെയ്യണം എന്തായിരുന്നൊക്കെ. അപ്പോൾ വീഡിയോ ഞാൻ പെട്ടെന്ന് ചാടിക്കയറി ചെയ്യാത്തത് എനിക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു റൂട്ട് ഈ സ്ക്രിപ്റ്റിംഗ് എന്റെ തലയിൽ വരാത്തതുണ്ട്. അപ്പൊ അതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. അവിടെയും ഞാൻ ഈ പറയുന്നത് പോലെ എന്താദ്യം പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും എന്നുള്ളത് എന്റെ മനസ്സിലുണ്ട്. അന്ന് ഈ ഹൂക്ക് എന്ന് പറയുന്ന ടേം വെച്ചിട്ട് ഞാൻ ഇതിനെ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോ ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ മരുന്ന് ഏതാണെന്ന് അറിയോ? സോൾജൻസ്മ. ഒരു ഡോസിന് 18 കോടി രൂപയാണ് വില. അങ്ങനെ പറയാന്നുള്ളതൊക്കെ അങ്ങനെ വരുന്നതാണ്. പക്ഷെ ആ വീഡിയോ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു മാർക്കറ്റിംഗിന്റെ മെയിൻ പില്ലേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളും ആ വീഡിയോയിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്ന്, അറ്റൻഷൻ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. 2, അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3, കാണുന്ന ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും ആ വീഡിയോയിൽ സംഭവിച്ചിട്ടുണ്ട്. അറ്റൻഷനും ഗ്രാബ് ചെയ്തു, അവരൊരു കാര്യത്തെ കുറിച്ച് അവയർനെസ് കൊടുക്കുകയും ചെയ്തു, ഒപ്പം അവർക്ക് ഇൻവോൾവ്മെന്റ് വരികയും ചെയ്തു. അപ്പം സോഷ്യൽ മീഡിയന്റെ ഒരു പൊട്ടൻഷ്യൽ സാർ ഇപ്പം RJ ആയിട്ട് വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ സാറ് സോഷ്യൽ മീഡിയ ഇപ്പൊ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? സോഷ്യൽ മീഡിയയിലെ പൊട്ടൻഷ്യൽ സോഷ്യൽ മീഡിയയിൽ കയറുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുമല്ലോ. ആ രീതിയിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയ അതല്ല, പക്ഷെ നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻ എ ഡിഫറെന്റ്
കരിയർ, ഐ മീൻ ഒരു ഡിഫറെന്റ് ജോണറിലാണ് സാധനങ്ങൾ യൂസ് ചെയ്യുക. കാരണം സാർ ഒരു ഇൻഫ്ലുവൻസറും കൂടെയാണ്. അപ്പം ആ രീതിയിൽ എങ്ങനെയാണ് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടുള്ളത്? അതിന് ഞാൻ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്, മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും മാർക്കറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യുക എവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്താണ്. അത് ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ഉത്സവ പറമ്പുകളിലൊക്കെയാണ് ഈ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആഡ് ക്യാമ്പയിൻസ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് കൂടുതൽ ആൾക്കാർ ടി വി സ്ക്രീനിന് മുന്നിൽ ഇരിക്കുന്ന ഒരു കാലം വന്നപ്പോൾ ടി വി സ്ക്രീനിലൂടെ അത് ചെയ്തു തുടങ്ങി. റേഡിയോ കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി റേഡിയോയിലൂടെ ഈ പ്രോഡക്റ്റിനെയും സർവീസിനെയും പരിചയപ്പെടുത്തി തുടങ്ങി. അങ്ങനെയാണ് സംഭവങ്ങൾ മുന്നോട്ട് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന മറ്റൊരു ഏരിയയാണ് സോഷ്യൽ മീഡിയ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് ഒരുപാട് ആൾക്കാർ കൂടുന്നത്. ഒരാളുടെ ഒരു ദിവസത്തെ ഒരു 24 hours എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ഓഫ് ടൈം മറ്റെല്ലാത്തിനും കാണുന്നത് പോലെ തന്നെ ഡിജിറ്റൽ മീഡിയയിലും അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് കൂടുന്നിടത്താണ് ഈ സംഭവം കൊണ്ടുപോയിട്ട് നമ്മൾ വിളമ്പേണ്ടത്. അത് തന്നെയാണ് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ. ഒരു RJ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ RJ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും കാണുന്നില്ല, പേഴ്സണൽ വോയിസ് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയ ഇസ് എ ഡിഫറെന്റ് തിങ്. നമ്മളെ നോട്ടത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതിലേക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ വാട്ട് വാസ് ദ ഡിഫറൻസ് ദാറ്റ് യു ഹാവ് ഡൺ? അതായത് അതിന്റെ അകത്ത് ചെയ്തിരുന്ന വ്യത്യാസം എന്തായിരുന്നു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത്? അത് ഈ അപ്പിയറൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം വരിക എന്നുള്ളത് തന്നെയാണ്. റേഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് ചില സമയത്ത് മുടി കോംബ് ചെയ്തിട്ട് പോലും ഉണ്ടാവണം എന്നില്ല. നമ്മൾ ക്രിയേറ്റീവായിട്ട് റേഡിയോയിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തല ഇങ്ങനെ ചൊറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ, മുടിയൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയാ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്ന സമയത്ത് മുടിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളതൊരു വീഡിയോയിലേക്ക് വരുമ്പോഴാണ് ഈ ഫിസിക്കൽ അപ്പിയറൻസ് വേണം, ഡ്രസ്സിങ് പ്രോപ്പർ ആണെന്ന് നോക്കണം. പൊതുവെ റേഡിയോയില് പല RJസും തന്നെ വളരെ ഫോമൽ ആയിട്ടൊന്നും ഡ്രസ് ചെയ്യുന്നവരല്ല. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ആ രീതിയിലുള്ള ഡ്രസ്സിങ്ങിലൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അതിലൊരു പബ്ലിക് ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ഒരു അപ്പിയറൻസിൽ പോലും ആയിരിക്കില്ല പുറത്തേക്ക് പോകുന്നത്. അതിൽ കൂടുതൽ വേറൊന്നുമില്ല. നമ്മൾ കോണ്ടന്റിന്റെ കാര്യത്തിൽ പിന്നെ റേഡിയോയിൽ വിളമ്പാനുള്ള കാര്യമല്ല സോഷ്യൽ മീഡിയയിൽ വിളമ്പേണ്ടതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അത് ആദ്യ കാലത്തൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു റേഡിയോയിൽ ഒരു ഓഡിയൻസ് ഉണ്ട്, ടിവിക്ക് മറ്റൊരു ഓഡിയൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ വേറൊരു ഓഡിയൻസ് ഉണ്ട്. ഇവരെല്ലാരും വേറെ വേറെയാണ്. ഈവൻ സോഷ്യൽ മീഡിയയിൽ വന്നാൽ തന്നെ ഫേസ്ബുക്കിന്റെ ഓഡിയൻസ് അല്ല യൂട്യൂബിന്റെ ഓഡിയൻസ്, അവരല്ല ഇൻസ്റ്റഗ്രാമിന്റെ ഓഡിയൻസ്. നമ്മളിപ്പോ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉണ്ടെങ്കിൽ പോലും 3 പേർക്കും 3 വിളമ്പി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ റേഡിയോയിൽ വിളമ്പുന്നത് ഒരു കാരണവശാലും ഇവിടെ വിളമ്പിയിട്ട് കാര്യമില്ലല്ലോ. വിളമ്പിയത് അതായിരിക്കും, അതിന്റെ മസാല കൂട്ടോ അല്ലെങ്കിൽ പാത്രമോ എന്തോ നമ്മൾ മാറ്റാനുണ്ട്. ഒരു റീപർപ്പസിംഗ് ആണ് അവിടെ. ഒരു കണ്ടന്റ് മൊത്തത്തിൽ നമ്മൾ മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ബീങ് RJ, ഇപ്പം എന്താ പറയാ സാറ് വർക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അതെന്താണ്? ലൈക് ഹൗ ആർ യു വർക്കിംഗ്? ലൈക് അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട് സാർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഡിയോ FM? റേഡിയോ ഞാനിപ്പോ റെഡ് എഫ്എമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ലൈഫിൽ അങ്ങനെ ഒരുപാട് കമ്പനീസിലൊന്നും ജോലി ചെയ്തിട്ടുള്ള ആളല്ല. അതായത് റേഡിയോയിലാണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ എന്റെ കരിയർ നാട്ടിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ ജോലി ചെയ്ത് തുടങ്ങിയ ആളാണ്. പിന്നെ UAE ചില സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഇതേ ഫീൽഡിൽ. അതിനൊക്കെ ശേഷമാണ് ഞാൻ റേഡിയോയിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനീസിന്റെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് നോക്കുമ്പോൾ റെഡ് FM ഭയങ്കര എംപ്ലോയി ഫ്രണ്ട്ലിയാണ്. നമ്മുടെ HR എന്നൊക്കെ കൂടെ നമ്മുടെ ഒരു ക്ഷേമ ഐശ്വര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന, നമ്മൾ കംഫർട്ടബിൾ ആണോ എന്ന് കൃത്യമായിട്ട് നോക്കുന്ന ഒരു എംപ്ലോയിക്ക് മാനസികമായിട്ട് ഉണ്ടാവുന്ന ഒരു ഫ്രീഡവും ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് റെഡ് എഫ്എമ്മിൽ ഞാൻ അനുഭവിക്കുന്നത്. അതുകൂടാതെ റേഡിയോ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ തന്നെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള, വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. പക്ഷെ അതിനൊരു ആഡഡ് ഒരു എന്താ പറയാ കണ്ടീഷൻ സപ്ലൈ ഉണ്ട്. അതായത് പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ റേഡിയോ ജോക്കീസ് അല്ലെങ്കിൽ റേഡിയോയിൽ ജോലി ചെയ്യുന്ന ആളുടെ ലൈഫ് ഇത്രത്തോളം കളർഫുൾ ആണ്, ഭയങ്കര രസമാണ്, അങ്ങനെയല്ല. അവിടെ റേഡിയോയിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മൈക്ക് ഓൺ ചെയ്ത് വായിൽ തോന്നിയതുപോലെ ബ്ലാ 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 എന്ന് സംസാരിക്കുന്നതാണെങ്കിൽ അത് ഈസി പ്രോസസ് ആകുമായിരുന്നു. ഓഡിയൻസ് കാണുന്നത് പോലെ കളർഫുൾ ജോബ് ആകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ജോലി. പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയാണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു RJ ആവാൻ പറ്റും എന്നുള്ളത്. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഒരു റേഡിയോ ജോക്കിക്ക് അറ്റ് എ ടൈം സംസാരിക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് 40 സെക്കൻഡാണ്. അതാണ് ഒരു RJ ലിങ്കിന്റെ ഡ്യൂറേഷൻ. അതിനെ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുറച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് ഒരു 1 മിനിറ്റോ അല്ലെങ്കിൽ 1.20 ഒക്കെ വരാം, 1 മിനിറ്റ് 20 സെക്കൻഡ് വരാനൊക്കെ ഉള്ളൂ. അപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാൾ പറയുന്ന കാര്യത്തെ വളരെ ചുരുക്കി എന്നാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ട് 40 സെക്കൻഡ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ പറയുകയും 2 പാട്ടുകൾക്ക് ശേഷം ഞാൻ ബാക്കി എന്തോ പറയാൻ പോകുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്യണമെന്ന് അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കണം. അതാണ് ഒരു RJ. അല്ലാതെ 10 മിനിറ്റ് നീട്ടി വലിച്ച് സംസാരിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഒരു RJ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറ് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. തലേന്ന് തൊട്ടേ കോണ്ടന്റിനെ കുറിച്ച് അയാൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അതെങ്ങനെ തുടങ്ങി, എങ്ങനെ പറഞ്ഞ്, എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രിപ്പറേഷൻ അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ടാവും.
അല്ലെങ്കിൽ തന്നെ ഈ റേഡിയോ എന്നുള്ള ജോബിന് മൊത്തത്തിൽ ഒരു കളർഫുൾ സെൻസ് ഉണ്ട്. പക്ഷെ അത് ഓഡിയൻസ് കരുതുന്നത് പോലെ ഒരു കളർഫുൾ സെൻസ് അല്ല. ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഒരു RJ ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നതും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. സാർ ആ RJ എന്നുള്ളതിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഈ ഇൻഫ്ലുവൻസർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കണ്ടന്റ് കേസിൽ പറഞ്ഞു, നമ്മൾ RJ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടന്റ് സ്ക്രിപ്റ്റ് ചെയ്യുന്നതും സാധനങ്ങളൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇത് ഭയങ്കര പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്ന കണ്ടന്റുകളായിരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലോട്ട് വരുമ്പോൾ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ സാർ? എനിക്ക് തോന്നുന്നു എന്റെ ക്രിയേറ്റിവിറ്റിയാണ്, മീൻസ് റേഡിയോയിൽ നിന്നുള്ള എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ അക്വയർ ചെയ്തിട്ടുള്ള ക്രിയേറ്റീവ് എക്സ്പീരിയൻസസ്, എന്റെ ക്രിയേറ്റിവിറ്റിയാണ് എനിക്ക് ഇവിടെ യൂസ്ഫുൾ ആവുന്നത്. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇവിടെ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ സെന്റൻസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, ഇതെങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ള കാര്യത്തിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കൊടുത്തത് അതുപോലെ എടുത്തിട്ട് ഇവിടെ വിളമ്പി കഴിഞ്ഞാൽ എപ്പോഴൊക്കെ വിളമ്പിയിട്ടുണ്ടോ അപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് സാർ ഇനിയിപ്പം ക്യാമ്പയിൻ എടുക്കുന്ന സമയത്ത് ഇപ്പം സോഷ്യൽ കോസ് റിലേറ്റ് ചെയ്യുന്ന ക്യാമ്പയിൻസ് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു സാധനമൊന്നുമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻസുകൾ പ്രിഫർ ചെയ്യാൻ താല്പര്യം, മീൻസ് പ്രിഫർ ചെയ്യാൻ കാരണം? നിതാശ ഉദ്ദേശിച്ചിട്ടുള്ളത് SMA പോലത്തെ ക്യാമ്പയിൻസുകൾ, സോഷ്യൽ കോസ് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ബേസിക്കലി ഞാൻ അങ്ങനെയുള്ള ഇതൊന്നും ചെയ്ത് ശീലിച്ച് വന്നിട്ടുള്ള ഒരാളല്ല. ബൈ നേച്ചർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. എന്റെ നാട്ടിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ തന്നെ വില്ലേജിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ SMA കുട്ടിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യേണ്ടി വന്നത്. അപ്പൊ അവരവിടെ അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. കമ്മിറ്റി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു RJ ഉണ്ടല്ലോ, RJ മുസാഫിർ എന്ന വീഡിയോ ചെയ്യട്ടെ എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നു പോകുന്നത്. ആക്ച്വലി ആ കമ്മിറ്റി എനിക്ക് തോന്നുന്നു ഞാൻ പിന്നീട് മനസ്സിലാക്കുമ്പോൾ കമ്മിറ്റിക്ക് കുറെ കൂടി പ്ലാൻസ് ഉണ്ടായിരുന്നു. ഒരു വീഡിയോ മുസാഫിർ ചെയ്യട്ടെ, പിന്നെ നമുക്ക് പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, അതുപോലെ TV ചാനൽസിനെ അപ്രോച്ച് ചെയ്യാം, പിന്നെ ഇങ്ങനെയുള്ള പിരിവുകൾ നടത്താം എന്നൊക്കെയുള്ള ഒരു പ്ലാനുകളിൽ ഒരു റോള് മാത്രമാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഞാൻ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നില്ല. കമ്മിറ്റി വേറെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഞാൻ പാർട്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ള അത് ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ വീഡിയോയിലൂടെ എത്തിക്കാന്നുള്ള ഒരു റോള് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം ഒരുപാട് ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. മുസാഫിർ, നമ്മുടെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഒരു പേഷ്യന്റിന് ആവശ്യമുണ്ട്, വീഡിയോ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യില്ല. നിങ്ങൾക്കൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റി മറ്റെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മിറ്റി ചെയ്യേണ്ട ഒരു റോളാണ് വീഡിയോയിലൂടെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത്. എനിക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾ ഇതൊക്കെ പാലിക്കും, നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യും, ഓരോ ദിവസവും നിങ്ങൾക്ക് വന്നിട്ടുള്ള ഫണ്ട് എത്രത്തോളാണെന്ന് ജനങ്ങളെ പോസ്റ്ററുകളിലൂടെയോ മറ്റു വഴികളിലൂടെയൊക്കെ അറിയിക്കും. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ പാലിക്കുമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പം ഈ മാർക്കറ്റിംഗ് എന്നുള്ള സാധനത്തിനെ പറ്റിയിട്ട് സാറിന്റെ ഒരു നോഷൻ എന്താണ്? ഇപ്പൊ മാർക്കറ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പ്രസന്റ് വേൾഡിൽ, ഒരു സിനാരിയോയിൽ? ഞാൻ അതിനെ കാണുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാരും ഒരുപാട് നരകങ്ങളും പേറിക്കൊണ്ടാണ് നടക്കുന്നത്. അവർക്ക് ഒരുപാട് പെയിൻ ഉണ്ട്, പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇതൊക്കെ അവരുടെ നരകമാണ്. അതുപോലെ തന്നെ അവരുടെ സങ്കല്പത്തിൽ ഒരു സ്വർഗമുണ്ട്. അവരുടെ പെയിനുള്ള ഒരു റിലീഫ്, അവരുടെ ഡിസയറിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുക, അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യുക, സോൾവ് ചെയ്യാതെ കിടക്കുന്ന അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടുക, ഇതൊക്കെ അവരുടെ ഒരു സ്വർഗമാണ്. അപ്പൊ ഈ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു പാലം പണിയുകയാണ് ഒരു മാർക്കറ്റർ ചെയ്യേണ്ടത്. എല്ലാ മാർക്കറ്റിംഗ് ക്യാമ്പയിനും ഈ നരകത്തിൽ നിന്ന് ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ബ്രിഡ്ജ് ആയിരിക്കണം. ആ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമാണ് ഏതൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിനും വിജയിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ആൾക്കാരുടെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് അവരുടെ ഒരു നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ എത്തിക്കാൻ എന്റെ ഈ മാർക്കറ്റിംഗ് പരിപാടിയിലൂടെ എങ്ങനെ സാധിക്കും എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് പ്രൊമോഷണൽ അല്ലേ, ഇത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അവരുടെ ഈ പ്രോഡക്റ്റും സർവീസും, അല്ലെങ്കിൽ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഏതോ ഒരാളുടെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഇപ്പൊ നമ്മളിപ്പോ മാർക്കറ്റിംഗിൽ എപ്പോഴും പറയും, അതായത് നിങ്ങളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മീൻസ് ക്ലയന്റിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കേണ്ടത്, പകരം ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് ഉദ്ദേശിക്കുന്നത് അവരുടെ പെർസ്പെക്റ്റീവിലാണ് സാധനങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം തന്നെയാണ് സാർ ഇപ്പൊ പറഞ്ഞത്. അതായത് എപ്പോഴും ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു കഥ ചൊല്ലട്ടുമ. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ദാറ്റ്? എന്താണ് സാറിന്റെ എക്സ്പീരിയൻസ്? അതിന്റെ ഒരു ബാക്കിൽ നടന്ന ഒരു സ്റ്റോറി എന്താണ്? ആക്ച്വലി കഥ കേൾക്കാൻ എല്ലാരെയും പോലെ എനിക്കും നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ റെഡ് FM ജോയിൻ ചെയ്യുന്ന സമയത്ത്, ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ധന്യ മാമാണ് എന്നോട് വിളിച്ച് പറയുന്നത്, മുസാഫിർ എനിക്ക് ഇങ്ങനെ കഥ പറയുന്ന ഒരു ഷോ വേണം, എത്രയും പെട്ടെന്ന് അതിനൊരു ഷോ ഡെമോ ഒക്കെ തയ്യാറാക്കിയിട്ട് എനിക്ക് തരണം എന്ന് പറയുന്നത്.
അപ്പൊ അത് എന്റെ ശബ്ദത്തിനും എന്റെ ഒരു പ്രസന്റേഷൻ സ്റ്റൈലിനും ഒക്കെ അത് മാച്ച് ആവും, എന്നിൽ ഒരു കഥ പറച്ചിലുകാരനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞതായിരിക്കും. എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ റേഡിയോയിൽ ചെയ്യണം എന്നാണ്. അപ്പൊ ഈ കഥ അതിന് വളരെ പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എനിക്കത് വളരെ സന്തോഷത്തോടെ ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ കേൾക്കുന്ന കഥകളൊക്കെ പിന്നെ പിന്നെ നോട്ട് ചെയ്ത് അങ്ങനെ വെച്ചു തുടങ്ങി. എവിടെ കഥ കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, അത് മുഴുവൻ കേൾക്കാൻ സമയമില്ലെങ്കിൽ അത് എടുത്തിട്ട് എനിക്ക് മാത്രമുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇടും. എന്നിട്ട് അവിടെ നിന്ന് ഓരോന്ന് നോക്കി ഞാൻ പഠിച്ചിട്ട് അത് ഞാൻ ആദ്യം കൺസീവ് ചെയ്യണം. ആ കഥ എന്റെ ഉള്ളിൽ എത്തിയാൽ മാത്രമേ എനിക്ക് നന്നായിട്ട് റേഡിയോയിൽ പറയാൻ പറ്റുള്ളൂ. പലപ്പോഴും ഈ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കഥ ഇങ്ങനെ കണ്ടു നോക്കിയിട്ട് ഇവിടെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ ആ കഥ കേട്ട കഥ എന്റെ ഉള്ളിൽ ഉണ്ടായാലാണ് അതൊരു മേ ബി പുതിയൊരു ഡയമെൻഷനിൽ അല്ലെങ്കിൽ അതിന്റെ മെസ്സേജസിലൊക്കെ പുതിയ എന്തെങ്കിലും ഒരു ഫ്ലേവർ ചേർത്തിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഐ റിയലി എൻജോയ് ഡൂയിങ് ഇറ്റ്. ഒരുപാടധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഐ ഹാഡ് എ റിയലി വണ്ടർഫുൾ ടൈം വിത്ത് യു. ഇനി ഹോപ്പ്ഫുള്ളി നമ്മൾ വീണ്ടും കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് സാറിന്റെ ഫ്യൂച്ചറിൽ ഒരുപാടധികം സാർ ഗോളും സാർ ഉദ്ദേശിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും അച്ചീവ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുക ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു QCDA ടോക്സ്. താങ്ക് യു സോ മച്ച്. യു ആർ മോസ്റ്റ് വെൽക്കം. താങ്ക് യു. നെക്സ്റ്റ് ഒരു ഗസ്റ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.